ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നൊരു മിനി മോർണിംഗ് ഡേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇന്നലെ മേടിച്ച അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുപ്പിയിലാക്കി വെച്ചു. എൻ്റെ ആ ഉറക്കത്തിൻ്റെ ഒരു തെളിച്ചം പോയിട്ടില്ല. ഇന്ന് കുറച്ച് ലേറ്റ് ആവുകയും ചെയ്ത് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സാധനം കറിക്കെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ സിമ്പിളാന്ന് വിചാരിക്കും, പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഭയങ്കര പ്രയാസമാണ്. കറക്കാൻ മാത്രമേ പ്രയാസമുള്ളൂ കേട്ടോ. ഇവിടെ ചേട്ടനും മോക്കും ഇടിയപ്പം ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും. അങ്ങനെ ഇടിയപ്പം ആവി കൊള്ളിക്കാൻ വെച്ചു. പിന്നെ ഞാൻ കടല കുക്കറിൽ വെച്ചു. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തു. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഗരം മസാല വരെയുള്ള എല്ലാ പൊടികളും ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ കടലക്കറിക്ക്. പിന്നെ പൊടികളൊക്കെ മൂത്തതിന് ശേഷം കടല ഇട്ടു. സാധാരണ ഞാൻ സവാളയും തക്കാളിയോടും വഴറ്റിയതിന് ശേഷം അരച്ചിട്ട് ഇതിൻ്റെ അത് ചേർക്കും. അപ്പോൾ കറി നന്നായിട്ട് കുറുകി കിട്ടും. ഇന്ന് പിന്നെ അതിനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. അപ്പോൾ കടലക്കറി ഇടിയപ്പൊക്കെ ആയി. അപ്പോൾ ചേട്ടൻ അമ്പലത്തിൽ പോയ വരുന്ന സമയം കൊണ്ട് ഞാൻ വൈറ്റ് ഷർട്ട് അയൺ ചെയ്ത് വെച്ചു. കാരണം ഇവർക്ക് ഡെയിലി ഇപ്പം വൈറ്റ് ഷർട്ട് വേണം. അതുകൊണ്ട് ഇത് അലക്കാനും അയൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കൂടിയാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാനും ഇടിയപ്പവും കറിയൊക്കെ കഴിച്ചു. പിന്നെ മോളെ കുളിപ്പിക്കണം, അവൾക്ക് ചായ എടുക്കണം. അങ്ങനെ അവളെയും അംഗനവാടിയിൽ കൊണ്ടുവിട്ട് വരുന്ന വഴിയിലാണ് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. ചീര, വാഴക്കൂമ്പ്, പയർ ഇതൊക്കെ മേടിച്ചു. ഇന്നലെ ചേട്ടൻ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ കഴിച്ചിട്ട് എനിക്ക് ഇൻഫെക്ഷൻ വന്നത്, ഫേസിലൊക്കെ ചിണർത്ത് പൊന്തിയും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ചിക്കൻ കഴിക്കരുതെന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ ഞാൻ ഇൻഫെക്ഷൻ വരൂ എന്നറിയാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴിച്ചതാണ്. പക്ഷേ ഇൻഫെക്ഷൻ മാറിയിട്ടില്ല. എനിക്ക് പ്രശ്നമാണ്, ചൊറിച്ചിലും ചിണർത്ത് പൊന്തൊക്കെ ചെയ്യും. അപ്പോൾ ഇനി ചിക്കൻ നിർത്തി കുറച്ച് നല്ല ഫ്രഷ് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്ന് പച്ചക്കറിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ നനച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു മോർണിംഗ് ഡേ. ഇഷ്ടപ്പെട്ടെങ്കിൽ